ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ദൈവ കേന്ദ്രീകൃത കുടുംബങ്ങൾ ദൈവവിളിയുടെ ശക്തിയും സ്രോതസ്സും എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെ കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് കുടുംബം. സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് കുടുംബം. എല്ലാ സംസ്കാരങ്ങളും രൂപമെടുത്തത് കുടുംബം എന്ന ചെറിയ വ്യവസ്ഥയിൽ നിന്നാണ്. സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടികർമ്മത്തിന്റെ അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അവൻ ഒരു തുണയെ കൊടുത്തു. ഇതായിരുന്നു ഭൂമിയിലെ ആദ്യ കുടുംബത്തിന്റെ ഉദയം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലുടനീളം നാം നിരവധി കുടുംബങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തോബിത്തിന്റെ കുടുംബം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബങ്ങൾക്ക് വ്യക്തമായ പ്രാധാന്യവും സ്വാധീനവുമുണ്ട്. ഒരു നല്ല ക്രിസ്തീയ കുടുംബം എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിത്രം തിരുകുടുംബത്തിലേതാണ്. യോസേപ്പ് പിതാവും മാതാവും ഉന്നീശം ചെയ്യുന്ന തിരുക്കുടുംബം എക്കാലവും നമുക്ക് മാർഗദീപവും മാതൃകയുമായി നിലകൊള്ളുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിലായിരുന്നു ഈശോ 30 വർഷക്കാലം ജീവിച്ചത്. ബാല്യ കൗമാര യൗവനകാലങ്ങൾ ചിലവിട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നതും ഈ കുടുംബത്തിൽ നിന്നായിരുന്നു. ഈശോയുടെ പരിസ്ഥിതിയുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നു കുടുംബങ്ങൾ. ഈശോ ആദ്യമായി അത്ഭുതം പ്രവർത്തിച്ചതും ഒരു കുടുംബത്തിന് വേണ്ടിയായിരുന്നു. സഭയിൽ കുടുംബങ്ങൾക്ക് സുപ്രധാനമായ പങ്കുണ്ട്. ഗാർഹിക സഭ എന്നാണ് സഭയിൽ കുടുംബങ്ങൾ അറിയപ്പെടുന്നത്. സഭ നിലകൊള്ളുന്നതും കുടുംബങ്ങളിലൂടെയാണ്. സഭാ സേവനത്തിനായി നിലകൊള്ളുന്ന അജപാലകളും കുടുംബങ്ങളിലൂടെയാണ് വളർന്നു വന്നത്. തന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിയത് കൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയിലും സന്യസ്ത ജീവിതത്തിലുമുള്ളവർ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ഇതിനു പിന്നിൽ പ്രേരണാശക്തിയായി നിലകൊള്ളുന്നത് ഈശോയെ രക്ഷകനും നാഥനുമായി ആരാധിക്കുന്ന കുടുംബങ്ങളാണ്. പ്രാർത്ഥനയും ആത്മീയ ആന്തരീക്ഷം നിറഞ്ഞ കുടുംബങ്ങളാണ് ദൈവവിളിയുടെ വിളനിലങ്ങൾ. സഭയെ അലങ്കരിക്കുന്ന വിശുദ്ധ ജീവിതങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബങ്ങൾ അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ എത്രത്തോളം പങ്കുവച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി സമൂഹത്തിന് അനുരൂപനായി വളർന്നു വരണമെങ്കിൽ കുടുംബങ്ങളാണ് നിർണായകമായി പങ്കുവഹിക്കുന്നത്. വ്യക്തികളെ പൗരബോധത്തിലും നീതിനിഷ്ഠയിലും അച്ചടക്കത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത് കുടുംബങ്ങൾ തന്നെയാണ്. അപ്പോൾ നിസ്വാർത്ഥതയിലേക്കുള്ള ആഹ്വാനമായ മറ്റുള്ളവരെ സേവിക്കുക ജീവിതവൃതമാക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെയും സന്യസ്ത ജീവിതത്തിന്റെയും അടിത്തറമാകുന്നത് ദൈവ കേന്ദ്രീകൃത കുടുംബങ്ങൾ തന്നെയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന വസ്തുതയാണ്. തന്റെ വിളി ഏക ജീവിതം പന്താവിലേക്കാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിളി സമർപ്പിത പൗരോഹിത്യത്തിലേക്കുള്ളതാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളും കുടുംബ സാഹചര്യങ്ങളും വിശ്വാസത്തിൽ ഉറച്ചതും പ്രാർത്ഥനാദർശം നിറഞ്ഞതുമാകണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന അധ്യാപകരായാൽ മാത്രമേ കുടുംബങ്ങൾ പുരോഹിതർക്കും സന്യസ്തർക്കും ജന്മം കൊടുക്കുകയുള്ളൂ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് കുടുംബങ്ങൾക്കുള്ള സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സമമാണ്. സ്വർഗരാജ്യത്തിന് സമമായ ക്രിസ്ത്യാനി കുടുംബത്തിൽ ദൈവമാണ് ഏകനായകൻ. കർത്തൃ ശുശ്രൂഷയ്ക്കായുള്ള ദൈവവിളികൾ ഉണ്ടാകുന്നതും അവ പരിപോഷിപ്പിക്കപ്പെടുന്നതും ഇപ്രകാരമുള്ള കുടുംബങ്ങളിലാണ്. ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളും അവയിൽ ജീവിക്കേണ്ടി വരുന്ന കുട്ടികളുമാണ്. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം മൂലം ദൈവത്തിൽ നിന്നകന്ന് ഒരു മായാലോകത്ത് ജീവിക്കുന്ന യുവതലമുറയാണ് നാം കണ്ടുമുട്ടുന്നത്. ആ വെല്ലുവിളികളെ നേരിട്ട് സഭയുടെ അജപാല ശുശ്രൂഷയിലേക്ക് യുവജനങ്ങൾ കടന്നു വരണമെങ്കിൽ കുടുംബങ്ങൾ ദൈവ കേന്ദ്രീകൃതവും പ്രാർത്ഥനാദർശം നിറഞ്ഞതുമാകണം. ഇങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വ്യക്തിത്വരായ ഒരു യുവതലമുറ